മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിൻ്റെ മകനും നടനുമായ ഷാനവാസിനെ ഓർമ്മ. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ച ഷാനവാസിൻ്റെ സംസ്കാരം തലസ്ഥാനത്ത് നടന്നു. വൈകിട്ട് പാളയം മുസ്ലിം ജമാഅത്തിലായിരുന്നു സംസ്കാരം. തിരുവനന്തപുരം വഴുതക്കാട്ടെ ഫ്ളാറ്റിലെ പൊതുദർശനത്തിൽ ചലച്ചിത്ര, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. 1981 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന ചലച്ചിത്രത്തിലൂടെയാണ് ഷാനവാസ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ചുരുങ്ങിയ കാലയളവിൽ തന്നെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഷാനവാസ് മലയാളത്തിലും തമിഴിലുമായി 100ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. വൃക്ക, ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്ന ഷാനവാസിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും രാത്രി 12 മണിയോടെ മരണം സംഭവിക്കുകയും ചെയ്തു. രാവിലെ വഴുതക്കാട്ടെ ഫ്ളാറ്റിലെ പൊതുദർശനത്തിൽ ചലച്ചിത്ര, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. പ്രേമഗീതങ്ങളിൽ ബാലേന്ദ്രൻ്റെ പ്രേമഗീതങ്ങളിൽ ഞാൻ ഇല്ല, പക്ഷേ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്തുനിന്ന് സെറ്റിലായതിനു ശേഷം എപ്പോഴും കാണാറുണ്ട്, ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്. അമ്മയുടെ മീറ്റിങ്ങിന് വരുമ്പോൾ കാണും. ഇതാണ് നസീർ സാറ് മരിച്ചത് 62-ാം വയസ്സിലാണ്. ഷാനവാസിന് ഇപ്പം എൻ്റെ അറിവിൽ 70 വയസ്സ് കഴിഞ്ഞു. 70 വയസ്സ് കഴിഞ്ഞു. എന്തായാലും നമുക്കെല്ലാം കുടുംബത്തിനോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം. മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പ്രേം നസീറിനെ പോലെ തന്നെ അദ്ദേഹം സിനിമയിൽ ശോഭിച്ചിരുന്ന വ്യക്തിയാണ്. തന്നെയുമല്ല, നല്ലൊരു സുഹൃത്താണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെയൊക്കെ ഫോണിൽ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അങ്ങനെ ഏറ്റവും നല്ലൊരു സുഹൃത്തിൻ്റെ നഷ്ടം കൂടിയാണ് എനിക്ക്. ഈ മലയാളത്തിന് ഓർമ്മിക്കാൻ കഴിയുന്ന നിരവധിയായ കഥാപാത്രങ്ങളെ നൽകാൻ കഴിഞ്ഞ ശ്രീ ഷാനവാസിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ടോടെ പാളയം മുസ്ലിം ജമാഅത്തിൽ ഭൗതിക ശരീരം സംസ്കരിച്ചു. ഏറെക്കാലമായി ചലച്ചിത്ര മേഖലയിൽ നിന്ന് അകന്നു നിന്ന ഷാനവാസ് 2009 നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തോടെ തിരിച്ചുവരവ് നടത്തി. തുടർന്ന് ചൈന ടൗൺ അടക്കമുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ചു. 2022 പുറത്തിറങ്ങിയ ജനഗണമനയാണ് അവസാന ചിത്രം. ജനം, തിരുവനന്തപുരം.